സൂർദാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷതയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പറഞ്ഞതാണ് वात्सल्य वर्णन के क्षेत्र में वे अद्वितीय कवि हैं। उनके समान वात्सल्य वर्णन का इतना अनोखा अनुभव यानी इतनी तीक्ष्णता किसी और कवि में हम नहीं देख सकते। അദ്ദേഹം എത്രത്തോളം വാത്സല്യ വർണ്ണന അതിമനോഹരമായി നടത്തിയിട്ടുണ്ടോ അത്രയും ലോക കവികളിൽ ആരും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതും അപ്നി ബന്ദ് ആംഖോസെ, കാഴ്ചയില്ലാത്ത കണ്ണുകൾ കൊണ്ടാണ് ഒരു കുഞ്ഞ് എൻ്റെ ബാലചാപല്യങ്ങൾ, അവൻ്റെ വികൃതിയും കുസൃതിയും, അമ്മ അതിനെ എടുത്ത് വെച്ച് ലാളിക്കുന്നതും അതൊക്കെയെന്ന് പറഞ്ഞാൽ കണ്ണിന് മുന്നിൽ കണ്ടതുപോലെയാണ് അദ്ദേഹം വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബാലകൃഷ്ണൻ്റെ ഗോകുൽ ലീലയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഗോകുലത്തിൽ കൃഷ്ണൻ കാട്ടുന്ന തമാശകൾ അല്ലെങ്കിൽ കുസൃതി വികൃതിയൊക്കെയാണ് അദ്ദേഹം ഈ പറയുന്ന വാത്സല്യ വർണ്ണനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഗോകുൽ ലീല പദ ആണ്. ഗോകുല ലീല നടത്തുന്ന കണ്ണൻ. अपनो गाँव लेऊ नंदरानी, बड़े बाप की बेटी पूत ही भली पढ़ावती बानी, सखा भीर ले पैठत घर में आप खाई ते सहे, मैं जब चली साम है पकरन तब के गुण कहा कहिए, भाज गए दुरी देखत कदहूँ मैं घर पौठी आई, हरेम हरेम बेनी गही पाछे बांधी पाटी लाई, सुन मैया याके गुण मौसे इन मोहिम लयो बुलाई, दधी में पड़ी सेंध की मोपे चीटी सबे कढ़ाई, टहल करत मैं याके घर की यह पति संग मिली सोई, सूर्य भजन सुनी हसी जसोदा ग्वाल रही मुख गोई. അപ്പോൾ ഇവിടെ സന്ദർഭം എന്ന് പറയുന്നത് ഒരു ഗോപസ്ത്രീ വന്നിട്ട് കൃഷ്ണൻ്റെ അമ്മയോട്, അമ്മ വളർത്തമ്മയാണല്ലോ യശോദ, അപ്പോൾ യശോദയോട് പരാതി പറയാണ് കൃഷ്ണനെക്കുറിച്ച്. ഉണ്ണിക്കണ്ണനെക്കുറിച്ച് ഒരു ഗോപസ്ത്രീ വന്ന് പറയുന്ന പരാതിയാണ് സന്ദർഭം. അതിന് കണ്ണൻ കൊടുക്കുന്ന മറുപടി, അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 പേരെയാണ് കാണുന്നത്. ഒരു ഗോപസ്ത്രീ ഉണ്ട്, യശോദ ഉണ്ട്, ഉണ്ണിക്കണ്ണനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈശ്വരീയ സങ്കല്പമൊന്നുമില്ല. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഒരു കുഞ്ഞു കുട്ടിയെ മാത്രമാണ്, ഒരു വികൃതി കാട്ടുന്ന കൊച്ചുകുട്ടി. അതിനപ്പുറം ഒന്നും അവിടെ സൂർദാസ് ചിത്രീകരിച്ചിട്ടില്ല. അപ്പോൾ അപ്നോ ഗാവും ലേവും നന്ദരാനി, അത് എഴുതിയിരിക്കുന്ന ഗോകുൽ ലീലാപദ്, ഗോകുല ലീല നടത്തുന്ന കണ്ണൻ, അത് സംബന്ധിച്ച പദം. അപ്നോ ഗാവും ലേവും നന്ദരാനി, അപ്പോൾ സ്ത്രീ പറയുന്നതാണ് തുടക്കം. ആ വന്ന ഗോപസ്ത്രീ യശോദാമ്മയോട് എന്താണ് പറയുന്നത്? അപ്നോ ഗാവും ലേവും നന്ദരാനി, അപ്ന ഗാവ് തൂഹി രക്ലോ നന്ദരാനി എന്നാണ്. നന്ദരാനി എന്ന് പറയുന്നത് നന്ദരുടെ ഭാര്യ എന്ന അർത്ഥത്തിലാണ്. നന്ദഗോപരുടെ ഭാര്യയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് യശോദയെ അങ്ങനെ നന്ദരാനി എന്ന് വിളിക്കുകയാണ്. അപ്നോ ഗാവു എന്ന് പറഞ്ഞാൽ അപ്ന ഗാവ്, തൻ്റെ ഗ്രാമം, ലേവു എടുത്തോളൂ നന്ദരാനി, അതായത് നിൻ്റെ ഗ്രാമം നീ തന്നെ വച്ചോളൂ നന്ദരാനി എന്നാണ് അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കുടുംബമഹിമ, കുലമഹിമ, അത് അല്ലെങ്കിൽ ആഢ്യത്വം, അതൊക്കെ അവിടെ കുറച്ച് കൂടുതൽ കീപ്പ് ചെയ്യുന്നവരാണ് നന്ദഗോപരുടെ കുടുംബം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് അന്നൊക്കെ ഈ പറഞ്ഞ ഒരു കാസ്റ്റ് സിസ്റ്റമൊക്കെ അത്യാവശ്യമുള്ള ടൈമുമാണല്ലോ. അപ്പോൾ ആ സമയത്ത് അവരുടെ ആ ജാതി മേൽക്കോയ്മയിൽ വെച്ചിട്ടും അല്ലെങ്കിൽ അവർക്ക് അവിടെയുള്ള ഒരു സമ്പന്നത വെച്ചിട്ടുമാണ് അവിടെ ആ പറയുന്നത് അപ്ന ഗാവ് തൂഹി രഖലോ, നിൻ്റെ നാടാണ് ഇത്, നീ തന്നെ വെച്ചോളൂ. ബഡേ ബാപ്പ് കി ബേട്ടി ഹോ, നീ വലിയ കുടുംബത്തെ അല്ലേ. തോ ബഡേ ബാപ്പ് കി ബേട്ടി ഹോ, നീ വലിയ കുടുംബത്തെ ആളല്ലേ, നിൻ്റെ വലിയ ബഡേ ബാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിൻ്റെ അച്ഛൻ ഇവിടെ പേര് കേട്ട ആളല്ലേ, അങ്ങനെയുള്ള ആളുടെ മകളല്ലേ നീ. പൂതഹിയും ഭലി പഠാവതി ബാനി, നിൻ്റെ പൂത് പുത്രൻ, നിൻ്റെ പുത്രനെയും ഭലി പഠാവതി, നല്ല രീതിയിൽ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിൻ്റെ മകനെ നീ നല്ല രീതിയിൽ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആക്ഷേപിക്കുകയാണ് വാസ്തവത്തിൽ. കൃഷ്ണൻ്റെ ചെയ്തികളുടെ പേരിൽ, ഉണ്ണിക്കണ്ണനെ കാട്ടിയ വികൃതികളുടെ പേരിൽ അമ്മയെ വന്നിട്ട് ആക്ഷേപിക്കുകയാണ്. മകനെ മോശമാക്കി വളർത്തി വെച്ചിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് പറയുന്നു ഹം യഹാ നഹി രഹ സക്തേ ഹേ, ये तो तुम्हारा गाँव है, तू ही रह लो, हम यहाँ से चले जाएंगे. ഇത് നിൻ്റെ നാടാണ്, നീ തന്നെ ഇവിടെ താമസിച്ചോ, നിങ്ങളല്ലേ ഇവിടുത്തെ വലിയ കുടുംബ മഹിമക്കാർ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പോയേക്കാം എന്ന് ആക്ഷേപിക്കുകയാണ് ബാലകൃഷ്ണൻ്റെ അമ്മയെ, ആ ഗോപസ്ത്രീയെ. അപ്പം അതിൻ്റെ ആശയം കൂടി നമുക്ക് നോക്കാം.
बड़े बाप की बेटी पुदहीम भली പഠാവതി ബാനി. अपने गाँव लेऊ नंदरानी. അതായത് एक गोपी माँ को പാലമ്പ് देती हुई कहती है. അപ്പോൾ ഒരു ഗോപസ്ത്രീ ആയ അമ്മ വന്നിട്ട് യശോദയെ ഉപാലമ്പ് ദേന എന്ന് പറഞ്ഞാൽ ഷിക്കായത്ത് കർണ എന്നാണ്, പരാതിപ്പെടുക. അമ്മ യശോദ അമ്മയോട് പരാതിപ്പെടുകയാണ്. ഹേ നന്ദരാനി ബസ് ബഹുത് ഹോ ചുക്കാ, ഒരുപാടായി. അബ് തോ ഇസ് ഗാവ് മേ രഹന കഠിൻ ഹോ ഗയാ ഹൈ, ഞങ്ങൾക്കൊക്കെ ഇനി ഈ ഗ്രാമത്തിൽ കഴിയാനേ പറ്റില്ല. സോ അപ്നാ ഗാവ് തും അപ്നെ പാസ് രഖോ, നിൻ്റെ നാട് നിൻ്റെ ഗ്രാമം നീ നിൻ്റെ അടുത്ത് തന്നെ വെച്ചോളൂ. ഹം തോ കഹീം ഓർ ചലേ ജായെങ്കെ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പോയേക്കാം. അരേ തും തോ ബഡേ ബാപ്പ് കി ബേട്ടി ഹോ, നീ ഇവിടെ വലിയ കുടുംബത്തെ അല്ലേ, അല്ലെ പേര് കേട്ട അച്ഛൻ്റെ മകളല്ലേ. अपने पुत्र को वंश परंपरा के अनुकूल कुछ बड़प्पन की बात सिखानी चाहिए थी. നിങ്ങളൊക്കെ ഇവിടെ ഇത്ര വംശപരമ്പരയും പാരമ്പര്യമൊക്കെ ഉള്ളവർ മോനെ നല്ലത് പറഞ്ഞൊക്കെ വളർത്തണമായിരുന്നു. ബടപ്പൻ കി ബാത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞ് വളർത്തണമായിരുന്നു. സിഖാനി ചാഹിയേ തി, അങ്ങനെ വളർത്തണമായിരുന്നു മോനെ നല്ല രീതിയിൽ. ഉൽട്ടേ, അതിന് പകരം तुम इस प्रकार माखन चोरी में प्रोत्साहन देकर इसे बहुत अच्छी सीख सिखा रही हो. ഇനി പകരം നീ എന്താ ചെയ്തത്? മാഖൻ ചോരി में उसे प्रोत्साहन दिया, വെണ്ണ കട്ട് തിന്നാൻ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ബഹുത് അച്ചി സീഖ് സിഖാ രഹി ഹോ, നല്ല പഠിത്തമാണല്ലോ മോനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ആ സ്ത്രീ വന്നിട്ട് യശോദയെ പരിഹസിക്കുകയാണ്. അപ്പോൾ അപ്നെ ഗാവ് ലേവു നന്ദരാനി, നിൻ്റെ നാട് നീ തന്നെ വെച്ചോളൂ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പോവുകയാണ്, നിൻ്റെ മകനെ കാരണം അവിടെ ജീവിക്കാൻ വയ്യ. അതാണ് ആ സ്ത്രീയുടെ പരാതി. അപ്പോൾ എന്താണ് പരാതി എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അടുത്ത വരികളിലേക്ക് പോകാം. എന്താണ് കണ്ണനെക്കുറിച്ച് അവർക്കുള്ള പരാതിയെന്ന്. സഖാ ഭീർ ലേ പൈഠത് ഘർമേ ആപ്പ് ഘായി തോ സഹിയേ. സഖാ ഭീർ എന്ന് പറഞ്ഞാൽ സഖാവും കെ ഭീഡ് കെ സാധാക്കർ, കൂട്ടുകാരുടെ കൂട്ടത്തോടൊപ്പം വന്ന്, കുട്ടിക്കൂട്ടത്തോടൊപ്പം വന്ന്. അപ്പോൾ കൃഷ്ണൻ ഒറ്റയ്ക്കല്ല, കൃഷ്ണൻ്റെ കൂടെ കൃഷ്ണൻ്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ടാണ് വരുന്നത്. ലേ പൈഠത് ഘർമേം, ഘർമേം ഘുസ് പൈട്ടാ ഹേ, വീട്ടുകളിൽ വന്ന് അതിക്രമിച്ച് കയറുകയാണ്. ഉണ്ണിക്കണ്ണൻ കൂട്ടുകാരുമായി വന്ന് എല്ലാ വീടുകളിലും ഘർമേം പൈട്ടത്തില്ലേ, പൈട്ടന അതിക്രമിച്ച് കയറുക. ആപ്പ് ഘായി തോ സഹിയേ, അപ്നെ സാഥിയോं के समेत आप खा जाते हैं. ഖാപ്പ് ഖായി എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്ത് കഴിക്കുകയാണ്. ആപ്പ് ഖായി എടുത്ത് കഴിക്കുകയാണ്. അവിടെ കഴിക്കുന്നത് മഖനാണ്, വെണ്ണ. ആപ്പ് ഖായി തോ സഹിയേ, എല്ലാ കൂട്ടുകാരെയും കൂട്ടി വന്നാണ് ഇതെല്ലാം എടുത്ത് കഴിക്കുന്നത്. മേ ജബ് ചലി സാമൂഹയും പക്കരൻ, പക്കരൻ മാനെ പക്കടനെ के लिए, सामूहिक सब समूह को, बच्चों के समूह को, इन लड़कों के समूह को मैं जब चली सामूहिक पकड़न, इन समूह को पकड़ने जब मैं चली, ഇതിനെ എല്ലാത്തിനെയും കൂടി പിടിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ, വീട്ടിൽ അതിക്രമിച്ച് കയറിയ ഈ കുട്ടിക്കൂട്ടത്തെ പിടിക്കാൻ ഞാൻ ചെന്നപ്പോൾ, തബുക്കെ ഗുന് കഹാ കഹിയേ, പിന്നെ നടന്നൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. അതാണ് തബുക്കെ ഗുന്. തബ് ക്യാ ഹുവാ ഹേ യഹ് ഗുന് കഹാ കഹിയേ മത് കഹോ യഹി അച്ഛാ ഹേ, പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് പറയാതിരിക്കുകയായിരിക്കും ഭേദം എന്ന്. അപ്പോൾ ഈ വീട്ടിൽ കയറിയ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് ഞാൻ പിടിക്കാൻ ചെന്നപ്പോൾ പിന്നെ നടന്ന കാര്യം പറയാതിരിക്കുകയായിരിക്കും നല്ലത്. ആ വരികൾ നോക്കാം. അപ്പോൾ നേരത്തെ തന്നെ കണ്ടിന്യൂഷനിൽ പറയുന്നു, തഭീ തോ തുമാരി ഷഹ് പർ രഹ് ഘർ ഘർ മാഖൻ ജോരി കർത്താ ഫിർത്താ ഹേ, നിന്റെ ബലത്തിലാണല്ലോ നിന്റെ മകൻ വീട് വീടാന്തരം കയറി ഇങ്ങനെ മാഖൻ ജോരി കർത്താ ഹേ, വെണ്ണ കട്ട് തിന്നുന്നത്. നീയാണല്ലോ അവനെ അങ്ങനെയൊക്കെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്. കുട്ടികൾ എന്ത് ചെയ്താലും മാതാപിതാക്കളെയാണല്ലോ കുറ്റം പറയുക. അപ്പോൾ ആ സ്ത്രീ അങ്ങനെ പറയാണ്, നിന്റെ ബലത്തിലാണല്ലോ ഇവൻ വീട് വീടാന്തരം കയറി ഇങ്ങനെ മോഷ്ടിക്കുന്നത്. തേരാ ഹെ ലാഡില കിസി കെ ഭി ഘർ സഖാങ്കി വീട്ടിലേക്ക് പਹੁഞ്ചാത്താ ഹെ, നിന്റെ ഈ ലാഡില എന്ന് പറഞ്ഞാൽ നിന്റെ ഈ പുന്നാര മോൻ എന്നുള്ളതാണ്. ലാഡില, നീ കൊഞ്ചിച്ച് വളർത്തി വെച്ചിരിക്കുന്ന നിന്റെ ഈ മോൻ സബ്കെ ഘർ ഘുസ് പഴത്താ ഹെ, എല്ലാവരുടെ വീട്ടിലും അതിക്രമിച്ച് കയറും. കിസി കെ ഭി ഘർ സഖാങ്കി വീടിലേക്കർ, സഖാങ്കി വീട് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ കൂട്ടം, എല്ലാവരുമായിട്ട് എവിടെയും അവൻ അതിക്രമിച്ച് കയറും. സ്വയം ഖാത്താ ഹെ, എന്നിട്ട് അവന് വേണ്ടതെല്ലാം എടുത്ത് കഴിക്കും. അവർ അപ്നെ സഭി സഖാങ്കോ ഭി ഖിലാത്താ ഹെ, എന്നിട്ട് കൂട്ടുകാർക്കും അവൻ വാരിക്കോരി കൊടുക്കും. അരേ അക്കേല കൃഷ്ണ ഹി മാഖൻ കാത്താ തോ ഭി സഹൻ കിയാ ജാ സക്താ ഥാ, ഇവനിങ്ങനെ മോഷ്ടിച്ച് തിന്നണമെങ്കിൽ അവൻ ഒറ്റയ്ക്ക് വന്ന് കഴിച്ചിട്ട് പോട്ടെ, അത് സഹിക്കാം. പകരം ഇവൻ എന്താ ചെയ്യുന്നത്? അപ്നെ സഖാങ്കെ സാത്താത്താ ഹെ,
അവൻ മോഷ്ടിക്കാൻ വരുന്നത് അവൻ്റെ കൂട്ടുകാർക്കൊപ്പമാണ്. കൂട്ടുകാർക്കൊപ്പം വന്ന് എല്ലാം മോഷ്ടിച്ച് കഴിച്ചിട്ട് പോവാണ്. എന്ത് അതിക്രമമാണിത്! അതുകൊണ്ട് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നു, ഈ ഗ്രാമം വിട്ട് തന്നെ അങ്ങ് പോയേക്കാം എന്നാണ്. നീയും നിൻ്റെ മകനും ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചോളൂ എന്നാണ്. അരേ യശോദ സുൻ, യശോദ നീ കേൾക്ക്. जब चोरी करके माखन खाते हुए इसे सम्मुख होकर पकड़ने गई. ഇവൻ വെണ്ണ കട്ട് തിന്നുന്ന സമയത്ത് ഞാൻ ഇവനെയും ഇവൻ്റെ കൂട്ടത്തെയും പിടിക്കാനായിട്ട് പോയപ്പോൾ തബ് ഇസ്കെ ഗുണ തുझे പതാ ഹേ, തബ് ക്യാ ക്യാ ഹേ ഇസ്നെ തുझे പതാ ഹേ, ഇവൻ ചെയ്ത പണി നിനക്കറിയണോ? അരേ, അപ്പോൾ അത്രയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവനെ പിടിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ പിന്നെ നടന്ന കാര്യം പറയണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ജബ് മേ ചലി സാമൂഹ്യം പകടൻ, ഇൻ സബ്കോ പകടനെ ജബ് മേ ചലി തബ് കെ ഗുന് കഹാ കഹിയേ. പിന്നെ നടന്നത് പറയാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ എന്താണ് ഇവിടെ പിന്നെ നടന്നതെന്നുള്ളതാണ്. കൃഷ്ണനെ പിടിക്കാൻ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഭാജി ഗേ ദുരി ദേഖത്ത് കതുഹും. ഞാൻ പിടിക്കാൻ ചെന്നപ്പോൾ ഇവരെല്ലാം കൂടി ചിതറി ഓടി. ഭാജി ഗേ എന്ന് പറഞ്ഞാൽ ഭാഗ് ഗേ, സബ് ഭാഗ് ഗേ, എന്നെ കണ്ട എല്ലാവരും ഓടിപ്പോയി. ദുരി ദൂർ, ദേഖത്ത് കതുഹും ദേഖത്തെ ഹുയെ. ദുരി ദേഖത്ത് മാനെ ദൂർ ദേഖത്തെ ഹുയെ. ഇവരെല്ലാവരും ദൂരെ ഓടിപ്പോയത് കണ്ടിട്ട് മേ ഘർ പൗഠിയായി, മേ ഘർ വാപ്പസായി എന്നാണ്. പൗഠിയാന വാപ്പസാന. അപ്പോൾ ഇവരെല്ലാവരും പല വഴിക്ക് ചെതറി ഓടുന്ന കണ്ട് ഇതിനെല്ലാം ഓടിച്ചിട്ട് ഞാൻ സമാധാനമായിട്ട് തിരിച്ചു വന്നു. ഹരേ ഹരയും ബേനി ഗഹി പാച്ചേം ബാന്തി പാട്ടി ലായി. അതാണ് അവർക്ക് ഇത്രയും ദേഷ്യം. എന്താണ്? ഹരേ ഹരയും ബേനി ഗഹി പാച്ചേം ബാന്തി പാട്ടി ലായി. തോ മെനെ വാപ്പസ് ആക്കർ വിശ്രാം കിയ. ഞാൻ തിരികെ വന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു. പിള്ളേർ പോയല്ലോ എന്നുള്ള സമാധാനത്തിൽ തിരിച്ച് വന്ന് ഞാനൊന്ന് സോനെ ഹരേ ഹരേ എന്താണ് തിരികെ വന്ന് ഞാനൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്ന സമയത്ത് ബേനി ഗഹി, ഇവൻ എന്താ ചെയ്തതെന്നറിയോ? ഞാൻ കണ്ണടച്ചങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മേരി ബേനിക്കോ പക്കടുക്കർ, എൻ്റെ മുടി പിടിച്ചിട്ട്, ബേനി മുടി ഗഹന പക്കടന, മുടി പിടിച്ചിട്ട് പാച്ചേം ബാന്ധി പാട്ടിയിലായി. പാട്ടി എന്ന് പറയുന്നത് തടി കൊണ്ടുള്ള സ്റ്റൂളാണ്, ഇരിപ്പിടം. തടി കൊണ്ടുള്ള ചെറിയ ഇരിപ്പിടമാണത്. അപ്പോൾ ഒരു സ്റ്റൂള്. അപ്പോൾ എൻ്റെ മുടി അവൻ പിടിച്ചിട്ട് എന്ത് ചെയ്തു? സ്റ്റൂളിൽ കെട്ടിവെച്ചു. എൻ്റെ മുടി അവൻ മേരി ബേണിക്കോ പക്കടുക്കർ ഇസ്നെ പാട്ടി സെ ബാന്ധ ദിയ. ഇസ്നെ മേരി വേണിക്കോ പക്കടുക്കർ മേരെ ബാലോങ്കോ പക്കടുക്കർ പാട്ടി സെ ബാന്ധ ദിയ. അവിടെ ഉണ്ടായിരുന്ന സ്റ്റൂളിൽ എൻ്റെ മുടി അവൻ പിടിച്ച് കെട്ടിവെച്ചു. എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വച്ചു. तो എന്താ സംഭവിച്ചത്? തബ് ഇസ്കെ ഗുന് തുझे പതാ ഹേ. ഇവൻ പിന്നെ എന്താ ചെയ്തതെന്നറിയാമോ? അരേ യഹ് ഭാഗ് കർ കहीं കहीं छिप गया मैं यह समझ कर कि यह भाग गया. ഇവൻ എവിടെയോ പോയി ഒളിച്ചല്ലോ എന്ന് സമാധാനിച്ച് थोड़ा सा विश्राम करने लगी. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ കരുതിയപ്പോൾ मैं अभी थोड़ा सो गई थी. ചെറുതായിട്ട് ഞാനൊന്ന് മയങ്ങി. और इसने धीरे धीरे मेरी बेणी पकड़ कर पाटी से बांध दी. ഇവൻ എൻ്റെ മുടി പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്റ്റൂളിൽ കെട്ടിവെച്ചു. ഇത്രയുമാണ് ഗോപസ്ത്രീയുടെ പരാതി. ഇത്രയും നേരം സംസാരിച്ചത് ഗോപസ്ത്രീയാണ്. ആരോടാണ്? അമ്മ യശോദയോടാണ്. ഉണ്ണിക്കണ്ണൻ്റെ അമ്മ യശോദയോടാണ്. ഇതെല്ലാം കേട്ട് മിണ്ടാതെ പമ്മി എടുത്ത് നിപ്പുണ്ട് ഉണ്ണിക്കണ്ണൻ. അപ്പോൾ ഇനി ഉണ്ണിക്കണ്ണൻ നല്ല മനോഹരമായൊരു കള്ളക്കഥ പറഞ്ഞുകൊണ്ട് അമ്മയെ പറ്റിക്കാൻ നോക്കുകയാണ്. തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് മനോഹരമായൊരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. അപ്പോൾ എന്താണ് കണ്ണന് പറയാനുള്ളത്? ഇത്രയും പരാതി ഗോപസ്ത്രീയുടേതായിരുന്നു. അതായത് കൂട്ടുകാർക്കൊപ്പം വന്ന് വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി വെണ്ണകട്ട് തിന്നു, കൂട്ടുകാർക്കും കൊടുത്തു. പിടിക്കാനായിട്ട് ഞാൻ ഓടിച്ചപ്പോൾ പല വഴിക്ക് ചെതറി ഓടി. അവർ പോയെന്ന് സമാധാനിച്ച് ഞാൻ വീണ്ടും വന്ന് കിടന്ന് ഞാനൊന്ന് ഉറങ്ങിയ സമയം നോക്കി ഈ കണ്ണൻ വന്ന് എൻ്റെ മുടി പിടിച്ച് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന സ്റ്റൂളിൽ കെട്ടിവെച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാരും ഇനി ഇന്ന് ഗ്രാമത്തിലേ താമസിക്കുന്നില്ല. നിങ്ങൾ വലിയ കുടുംബക്കാരല്ലേ, നീയും നിൻ്റെ മകനും കൂടി ഇവിടെ അങ്ങ് താമസിച്ചോളൂ, ഞങ്ങളിവിടെ വിട്ട് പോവാണ്. ഇത്രയുമാണ് ആ സ്ത്രീ വന്ന് അമ്മ യശോദയോട് ഉണ്ണിക്കണ്ണനെക്കുറിച്ച് പരാതി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഉണ്ണിക്കണ്ണൻ തൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ്. എന്താണ് കണ്ണൻ പറയുന്നതെന്ന് നോക്കാം. ഇനിയുള്ള ഭാഗം കണ്ണൻ്റെതാണ്. സുനുമയ്യ യാക്കേ ഗുനു മോസവും ഇൻ മോഹി ലയോ ബുലായി. സുനു മയ്യ എന്ന് പറഞ്ഞാൽ അമ്മ, സുനോ. മാ മയ്യ സുനോ, അമ്മ കേൾക്കൂ, ഞാൻ പറയുന്നത് അമ്മ ഒന്ന് കേൾക്കൂ. യാക്കേ ഗുന് മോസവും ഇൻ മോഹി ലയോ ബുലായി. യാക്കേ ഗുനു മോസവും, മോസവും മുझ മേരെ ബാരെ में എന്നാണ്.
മോസോ ഗുന് മേരെ ബാരേമേം ജോ ഭി ഗുന് യാക്കേ എന്ന് പറഞ്ഞാൽ ഇസ്നെ എന്നാണ്. ഇവർ എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒക്കെ കളവാണ്. യാക്കേ ഗുന് മോസോ മേരെ ബാരേമേം യാനി മേരെ ജോ ഭി ഗുണ് ഇസ്നെ ബതായാ ഹെ സബ് കുച്ച് ഛൂട്ട് ഹെ. എന്നെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ കളവാണ്. ഇൻമോഹി ലയോ ബുലായി, അവരുടെ വീട്ടിലേക്ക് ഇവർ തന്നെയാണ് എന്നെ വിളിച്ചത്, ഞാൻ പോയതല്ല. ഇൻ മോഹിം, മോഹിം എന്ന് പറഞ്ഞാൽ മുഛേ, ഇൻ എന്ന് പറയുന്നത് ഇനോനെ, ഇവരാണ് മുഛേ ബുലായി ലയോ അവിടേക്ക് വിളിച്ചോണ്ട് പോയത്. ഞാൻ ആ വീട്ടിൽ പോയതല്ല, ഇവരാണ് എന്നെ ആ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയത്. ഇൻ മോഹി ലയോ ബുലായി, എന്തിനാ എന്നെ വിളിച്ചോണ്ട് പോയെന്നറിയോ? ദധീമേം പടി സെന്ത്കി മോപ്പൈ ചീട്ടി സബേ കട്ടായി, അവരുടെ ജോലി ചെയ്യിപ്പിക്കാനാണ് എന്നെ വിളിച്ചോണ്ട് പോയത്. എന്ത് ജോലി ചെയ്യിപ്പിക്കാനാണെന്ന് നോക്കുക. ദഖീമേം പടി സേന്ത്, ദഖി എന്ന് പറയുന്നത് ആ വെണ്ണ, വെണ്ണയിൽ പടി വീണ് കിടക്കുന്ന, വെണ്ണയിൽ വീണ് കിടക്കുന്ന ചീണ്ടി സബേ കട്ടായി, ഉറുമ്പിനെ മുഴുവൻ എന്നെ കൊണ്ട് പെറുക്കിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ കൊണ്ടുപോയത്. ചീണ്ടി സബേ കട്ടായി, ചീണ്ടി ഉറുമ്പ്, സബേ കട്ടായി എന്ന് പറഞ്ഞാൽ സബ്കോ നിക്കൽവാദി. എന്നെ വിളിച്ചോണ്ട് പോയത് എന്തിനാണ്? അവരുടെ വെണ്ണയിൽ നിറച്ച് ഉറുമ്പ് കിടപ്പുണ്ടായിരുന്നു, അതൊന്ന് പറക്കി കളയോ എന്ന് ചോദിക്കാൻ വേണ്ടി എന്നെ കൂടെ വിളിച്ചോണ്ട് പോയതാണ്. സേന്ത് കി മോപ്പേ, സേന്ത് എന്ന് പറഞ്ഞാൽ മുഫ്തുമേ എന്നാണ്, ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് ഞാൻ അവർക്ക് ആ ജോലി ചെയ്തു കൊടുത്തു. അവരുടെ വീട്ടിലുണ്ടായിരുന്ന വെണ്ണയിലുണ്ടായിരുന്ന ഉറുമ്പിനെ എല്ലാം ഞാൻ സൗജന്യമായിട്ട്, അതാണ് സേന്ത് എന്ന് പറയുന്നത്, സേന്ത് സൗജന്യമായിട്ട്, അതായത് ഒരു പ്രതിഫലവുമില്ലാതെ ഞാൻ എന്ത് ചെയ്തു കൊടുത്തു? അത് വൃത്തിയാക്കി കൊടുത്തു. അതിൽ കിടന്ന ഉറുമ്പിനെയെല്ലാം പെറുക്കി കളഞ്ഞു. പിന്നെയുണ്ട് ടഹല് കരുത്ത് മേം യാക്കേ ഘർക്കി, എന്നിട്ട് യഹ് പതി സംഗ് മിലി സോയി, യഹ് പതി സംഗ് മിലി സോയി, ഇവരുടെ പതിക്ക് സാത്ത്, ഇവരുടെ ഭർത്താവുമായിട്ട് സോ രഹി ഥി, ഉറങ്ങുന്ന സമയമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ടഹൽ കരത്ത് മേ യാക്കേ ഘർ, ഇവരുടെ വീടിന് ഞാൻ കാവലും നിന്നു. ടഹൽന എന്ന് പറഞ്ഞാൽ ഉലാത്തുക എന്നാണ് വേർഡ് മീനിങ്. യാക്കേ ഘർ എന്ന് പറഞ്ഞാൽ ഇസ്കേ ഘർ, തോ ഇസ്കേ ഘർ घर की रखवाली भी मैंने की जब इसने अपने पति के साथ सोई हुई थी. ഇവർ കിടന്ന് അവരുടെ ഭർത്താവിനൊപ്പം ഉറങ്ങുന്ന സമയത്ത് ഞാൻ ആ വീടിന് കാവലും നിന്നു. എത്ര മനോഹരമായിട്ടാണ് കണ്ണൻ കഥയുണ്ടാക്കി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെണ്ണ കട്ട് തിന്നതും പോരാഞ്ഞ് അവരുടെ മുടി പിടിച്ച് ആ സ്റ്റൂളിൽ കെട്ടിയിട്ട് അവരെ ദ്രോഹിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പോൾ കള്ളക്കഥ ഉണ്ടാക്കി പറയാണ്. എന്താ പറയുന്നത്? ഉണ്ണിക്കണ്ണൻ പറയുന്നു, ഞാൻ പോയതല്ല, ഇവരെന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. എന്നിട്ട് അവരുടെ വീട്ടിലെ ജോലി ഏൽപ്പിച്ചു. എന്ത് ജോലിയാണ്? അവരുടെ ആ വെണ്ണയിൽ കുറേ ഉറുമ്പ് കിടന്നിരുന്നു, എന്നെക്കൊണ്ട് സൗജന്യമായിട്ട് അതെല്ലാം പെറുക്കി കളയിപ്പിച്ചു. എന്നിട്ട് അവരുടെ ഭർത്താവിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഞാൻ അവരുടെ വീടിന് കാവലും നിന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ട് ബാലകൃഷ്ണൻ തൻ്റെ ഭാഗം അമ്മയോട് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും അറിയാം തൻ്റെ മകനെ, അതുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ കളവാണെന്ന് അമ്മ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വരികളുടെ ആശയം കൂടി ഒന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. കണ്ണൻ പറയുന്ന ഭാഗമാണ്. ഗോപിക്ക് ഇത്തനാ കഹനേപ്പർ, അപ്പോൾ ഗോപസ്ത്രീ വന്ന് ഇത്രയും പരാതി പറഞ്ഞപ്പോൾ കൃഷ്ണ സഫായി ദത്തെ ഹുയെ കഹനയിലേക്ക്, കൃഷ്ണൻ തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു, മാ യഹ് തുഛേ ജോ കഹരഹി ഹെ സബ് ഛൂട്ട് ഹെ, അമ്മേ ഇവർ പറയുന്നതെല്ലാം ഛൂട്ട് ഹെ, കള്ളമാണ്. ഇസ്കെ അസ്ലി ഗുണത്തോ മേ ബതാത്താ ഹൂം, അവിടെ നടന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇസ്നേ, ഇവരാണ്. ബഡേ വിശ്വാസസേ എന്നുള്ളത് അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ കള്ളം പറയുന്നത്. മുഖത്ത് ഒരു കള്ളലക്ഷണവും ഇല്ല. ഇസ്നേ മുജേ ബതായ, എന്നോട് ഇവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ദധീമേം ബടി സാരി ചീണ്ടിയ മുച്ചേ മുഫ്തുമേ നിക്കൽവാദി, അവരുടെ വീട്ടിലെ വെണ്ണയിലുണ്ടായിരുന്ന മുഴുവൻ ഉറുമ്പിനെയും എന്നെ കൊണ്ട് എടുപ്പിച്ചു. എന്നിട്ട് ഖുദുത്തോ അപ്പനെ പതിക്കെ സാത്ത് സോകെ, എന്നിട്ട് എന്നെ കൊണ്ട് ജോലി ഏൽപ്പിച്ചിട്ട് അവർ പോയി അവരുടെ ഭർത്താവിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങി. അവർ മുച്ചേ അപ്പനെ ഘർ കി രഖ്വാലി കർത്തി രഹി, എന്നിട്ട് എന്നെ കൊണ്ട് ആ വീടിന് കാവലും നിർത്തി. അവർ ഉറങ്ങുന്ന സമയത്ത് എന്നെ ആ വീടിന് കാവൽ നിർത്തി. അങ്ങനെ മനോഹരമായിട്ട് കണ്ണൻ എന്ത് ചെയ്യാണ്? കളവ് പറയാണ്, തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. സൂര്യ ബച്ചന് സുനി ഹസി ജസോദ ഗ്വാൽ രഹി മുഖ് ഗോയി,
സൂര് മനെ സൂർദാസ് കോ കഹന ഹെ, സൂർദാസ് പറയുന്നു എന്നുള്ളത് കവിയുടെ പേര് കൂടി അതിനകത്തുനിന്ന് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് സൂർദാസ്. അപ്പോൾ സൂർദാസ് പറയുന്നു, അല്ലെങ്കിൽ സൂർദാസ് മനസ്സിലാക്കിയത് ബച്ചന് സുനി ബാലകൃഷ്ണയ്ക്ക് വചനോങ്കോ സുൻകർ, ഉണ്ണിക്കണ്ണൻ വളരെ മനോഹരമായി ഇങ്ങനെ കളവ് പറയുന്നത് കേട്ടപ്പോൾ ഹസി ജസോദ, അമ്മ യശോദയ്ക്ക് ചിരിയാണ് വന്നത്. മകൻ്റെ കള്ളത്തരം കേട്ടപ്പോൾ അമ്മ യശോദ ചിരിക്കുകയാണ്. ബച്ചന് സുനി ഹസി ജസോദ, യശോദ ഹസ് രഹി ഹെ അപ്നെ ബേട്ടയ്ക്ക് ചൂട്ടെ വചനോക്കോ സുൻകർ, മകൻ പറയുന്ന കള്ളത്തരം കേട്ട് അമ്മ ചിരിക്കുകയാണ്. ആ സമയത്ത് വന്ന് പരാതി പറയാൻ വന്ന ഗ്വാൽ സ്ത്രീ ആണെങ്കിലോ ഗ്വാല് രഹി മുഖ് ഗോയി, അവർക്കാണെങ്കിൽ നാണം വന്നു. എന്ന് പറഞ്ഞാൽ അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമൊക്കെയാണ് കണ്ണൻ്റെ വായിന്ന് വന്നത്. അതായത് എന്നെ വിളിച്ചോണ്ട് പോയി, എന്നിട്ട് എന്നെ കൊണ്ട് അവിടുന്ന് ഉറുമ്പിനെ എല്ലാം പെറുക്കിപ്പിച്ചു, എന്നിട്ട് അവർ ഭർത്താവിൻ്റെ കൂടെ പോയി കിടന്ന് ഉറങ്ങി, ആ സമയം എന്നെ വീട്ടിന് കാവൽ നിർത്തി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് വല്ലാതെ നാണം വന്നു. അപ്പോൾ ഓ ഹസ്രെ, അവർ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുകയാണ്. ഗ്വാല് രഹി മുഖ് ഗോയി, മുഖം മറച്ച് നിൽക്കുകയാണ്. ആരാണ് പരാതി പറയാൻ വന്ന ഗോപസ്ത്രീ അപ്ന മുഖ് ചിപ്പാനിലേക്ക്, മുഖം മറച്ച് നാണിച്ച് നിൽക്കുകയാണ്. ആർ കൃഷ്ണയ്ക്ക് ഫോലി ഫാലി ബാത്തേ സുൻകർ മാതാ യശോദ ഹസ്നയിലേക്ക്, തൻ്റെ മകൻ്റെ ഈ നിഷ്കളങ്കമായ ആ കളവ്, ഫോലി ഫാലി ബാത്തേ, നിഷ്കളങ്കമായ എന്നാൽ എന്താണ് ആർക്കും വിശ്വാസം തോന്നുന്ന വിധത്തിൽ വളരെ സീരിയസ് ആയിട്ട് നിന്ന് അവതരിപ്പിക്കുന്ന ആ കളവ് കേട്ടിട്ട് മാ ഹസ്നെ ലഗി, അമ്മ യശോദയ്ക്ക് ചിരി വന്നു. और ഗോപി ലജ്ജാസെ അപ്നാ മുഖ് ചിപ്പാനെ ലഗി, അത് കണ്ടിട്ട് നാണിച്ച് തൻ്റെ മുഖം മറയ്ക്കുകയാണ് പരാതി പറയാൻ വന്ന ഗോപസ്ത്രീ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ ആ വാത്സല്യ വർണ്ണനയുടെയൊക്കെ ആ കുഞ്ഞിൻ്റെ ഓരോ വികാര പ്രകടനങ്ങൾ, പരാതി പറയാൻ വരുന്ന സ്ത്രീ, അമ്മ, അപ്പോൾ ആ ഒരു വർണ്ണനയിലൂടെയൊക്കെ സൂർദാസ് നമ്മളെയൊക്കെ മറ്റൊരു ലോകത്ത് കൊണ്ടുവന്നെത്തിക്കുകയാണ്. അവിടെ നമ്മൾ ഉണ്ണിക്കണ്ണൻ, ഒരു കൊച്ചു കുട്ടിയെയും അവൻ്റെ അമ്മയെയും അവൻ്റെ വികൃതിയും ഒക്കെ നമ്മൾ കാണുന്നുള്ളൂ. അവിടെ ഭഗവാൻ കൃഷ്ണൻ എന്നൊരു ചിന്തയിലേക്ക് നമ്മളാരും പോകുന്നില്ല. അപ്പോൾ ഒരു വികൃതിയായ കുട്ടിയും അവൻ്റെ അമ്മയും അവനെക്കുറിച്ച് പരാതി പറയുന്ന ഒരു സ്ത്രീയെയും ഒക്കെ എന്താ പറയുക, ഒരു ദൃശ്യചിത്രം പോലെ നമ്മുടെ കൺമുന്നിൽ കണ്ടതുപോലെ വരച്ചിടാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലരും പറയുന്നത് വാത്സല്യ വർണ്ണൻ കെ ക്ഷേത്രമേം വേ അദ്വിതീയ കവി ഹെ, ഇങ്ങനെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വർണ്ണിക്കുന്ന കാര്യത്തിൽ ബാൽ സുലഭ് ജോ ബാത്ത് ഹേ ഇൻകാ വർണ്ണൻ കർണേമേ വേ അദ്വിതീയ ഹേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം അന്ധനായിരുന്നോ എന്ന് പോലും പലരും സംശയം പറയുന്നതും അതുകൊണ്ടാണ്. കാരണം കണ്ണ് കാണാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ചാബല്യവും അവൻ പറയുന്ന കള്ളത്തരവും ആ സമയത്ത് അവൻ്റെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷനും മറ്റു കാര്യങ്ങളുമൊക്കെ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതുപോലെ വർണ്ണിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത്. അപ്പോൾ അത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബാൽ സുലഭ് മനോവൃത്തിയും കാ വർണ്ണൻ ഉന്നോനെ കിയാ ഹെ, കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ കളവ് പറച്ചിലും അമ്മ അവനെ സ്നേഹത്തോടു കൂടി നോക്കുന്നതും അല്ലേ, കള്ളം പറഞ്ഞിട്ടും തൻ്റെ മകനെ അമ്മ സ്നേഹത്തോടു കൂടി നോക്കുകയാണ്, ഇവ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ പരാതി പറയാൻ വന്ന സ്ത്രീ നാണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ കണ്ടതുപോലെ ഒരു ഫീല് തരാൻ കവിക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹം കഹത്തെ ഹെ കി സൂർദാസ് വാത്സല്യ വർണ്ണൻ കെ ക്ഷേത്രമേ അദ്വിതീയ കവി ഹെ.